ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കരീന. ഇത്തവണത്തെ IPL ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 റൗണ്ട് പോരാട്ടങ്ങളാണ് പൂർത്തിയായിട്ടുള്ളത്. ഇതിൽ 3ലും വിജയിച്ചുകൊണ്ട് ഒന്നാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസ് ആണ്. അതേസമയം 3ലും പരാജയപ്പെട്ടുകൊണ്ട് ഏറ്റവും അവസാന സ്ഥാനത്തുള്ളത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. 2 മത്സരങ്ങൾ കളിച്ച കുറച്ച് ടീമുകൾ അവിടെയുണ്ട്. ഏതായാലും 3 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ ഇതുവരെ ഈ IPLൽ ഫ്ലോപ്പായ സൂപ്പർ താരങ്ങൾ ആരൊക്കെയാണ്? അതിലെ 5 താരങ്ങളുടെ ഒരു ലിസ്റ്റ് ഇപ്പോൾ ക്രിക്കറ്റ് അഡിക്റ്റർ പുറത്തു വിട്ടിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ഈ 3 റൗണ്ട് മത്സരങ്ങളിലെ കാര്യം മാത്രമാണ് നമ്മളിപ്പോൾ പരിശോധിക്കുന്നത്. ഒരുപക്ഷെ ഈ താരങ്ങൾ വരുന്ന മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് തിരിച്ചു വന്നേക്കാം. പക്ഷെ ഇതുവരെ ഫ്ലോപ്പായ താരങ്ങളുടെ ഒരു കാര്യമാണ് നമ്മൾ പരിശോധിക്കുന്നത്. 5ാം സ്ഥാനത്ത് വരുന്നത് നിക്കോളാസ് പൂരനാണ്. പൂരൻ നിലവിൽ LSGക്ക് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. 2 മത്സരങ്ങളിൽ നിന്ന് 9 റൺസാണ് ഈ വെസ്റ്റ് ഇൻഡീസ് സൂപ്പർ താരം സ്വന്തമാക്കിയിട്ടുള്ളത്. പക്ഷെ ഇതല്ല ഈ താരത്തിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ആദ്യത്തെ 2 മത്സരങ്ങളിലും അദ്ദേഹം പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി 4ാമത്തെ താരം അത് വരുൺ ചക്രവർത്തിയാണ്. കഴിഞ്ഞ T20 വേൾഡ് കപ്പിൽ തന്നെ ഇദ്ദേഹം നിരാശപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ കൊൽക്കത്തയിലും അദ്ദേഹം നിരാശപ്പെടുത്തുകയാണ്. 2 മത്സരങ്ങളിൽ നിന്ന് 6 ഓവറുകൾ എറിഞ്ഞ ഇദ്ദേഹം 79 റൺസാണ് വിട്ട് നൽകിയിട്ടുള്ളത്. ഒറ്റ വിക്കറ്റ് പോലും വീഴ്ത്താൻ വരുൺ ചക്രവർത്തിക്ക് കഴിഞ്ഞിട്ടില്ല. വരുണിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു മോശം സമയമാണ്. ഇനി 3ാമത്തെ താരം അത് KL രാഹുലാണ്. ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി ഇത്തവണ ഒരു മോശം തുടക്കമാണ് രാഹുലിന് ലഭിച്ചിട്ടുള്ളത്. ആദ്യത്തെ മത്സരത്തിൽ LSGയോട് ഇദ്ദേഹം ഗോൾഡൻ ഡക്കിന് പുറത്തായി. പിന്നീട് 2ാമത്തെ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനോട് 1 റൺസിനാണ് അദ്ദേഹം പുറത്തായിട്ടുള്ളത്. അങ്ങനെ ആദ്യത്തെ 2 മത്സരങ്ങളിലും അദ്ദേഹം മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. ഇനി 2ാമത്തെ താരം അത് കാമറൂൺ ഗ്രീൻ ആണ്. ഇതുവരെയുള്ള താരങ്ങളിലെ ഏറ്റവും വലിയ ഫ്ലോപ്പ് കാമറൂൺ ഗ്രീൻ ആണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. 25 കോടി രൂപ നൽകിക്കൊണ്ടാണ് കൊൽക്കത്ത ഇദ്ദേഹത്തെ സ്വന്തമാക്കിയത്. ആദ്യത്തെ മത്സരത്തിൽ 18 റൺസിന് പുറത്തായ ഇദ്ദേഹം പിന്നീടുള്ള 2 മത്സരങ്ങളിലും 2 അക്കം പോലും കടക്കാതെ പുറത്താവുകയായിരുന്നു. ബൗൾ ചെയ്യാനും ഇതുവരെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം കൊൽക്കത്തക്ക് ആശങ്ക നൽകുന്ന ഒരു കാര്യമാണ്. ഇനി 1ാമത്തെ താരം അത് മലയാളി താരമായ സഞ്ജു സാംസൺ ആണ്. വലിയ പ്രതീക്ഷകളോടുകൂടി ചെന്നൈ സൂപ്പർ കിങ്സ് 18 കോടി രൂപ മുടക്കി കൊണ്ടുവന്ന താരമാണ് സഞ്ജു സാംസൺ. എന്നാൽ 3 മത്സരങ്ങളിലും അദ്ദേഹം പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരൊറ്റ തവണ പോലും അദ്ദേഹത്തിന് 2 അക്കം കടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിരാശ നൽകുന്ന കാര്യമാണ്. പക്ഷെ ഇനിയും ഒരുപാട് മത്സരങ്ങളുണ്ട്. ഈ താരങ്ങൾക്ക് എല്ലാവർക്കും തിരിച്ചു വരാൻ വേണ്ടി ഒരുപാട് സമയം അവശേഷിക്കുന്നുണ്ട്. മികച്ച പ്രകടനം ഈ താരങ്ങൾ പുറത്തെടുക്കും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.